ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കും കൂടെ തൊട്ടുകൂട്ടാൻ ഒരു അടിപൊളി തക്കാളി ചട്നിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ തക്കാളി ചട്നി ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ 3 വലിയ ഉള്ളിയും 3 തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് 1 സ്പൂൺ കടല എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിക്കാം. ഞാനിവിടെ കടലെണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഉഴുന്നും പരിപ്പ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, വലിയ ഉള്ളി, തക്കാളി, മല്ലിയില, കുറച്ച് പുതിനയില, 4 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ മല്ലിയിലയും പുതിനയിലയും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതൊരു വേറൊരു ടേസ്റ്റായിട്ട് വരും. അത് നന്നായിരിക്കും. മല്ലിയില പുതിനയില ചേർക്കുമ്പോൾ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. മാത്രമല്ല ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് ഇല ഉണ്ടായിരുന്നു, അത് കാരണം ചേർത്തിരിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് മല്ലിയിലയും പുതിനയിലയും അവൈലബിളാണ്, എന്നും കാണില്ലല്ലോ, പെട്ടെന്ന് അങ്ങനെ. ഈസിയാണിത്, ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ എൻ്റെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. അവർ റെഡ് ചട്നിന്നേ കേൾക്കുള്ളൂ. അത് ഞാൻ ആക്ച്വലി അത് പച്ചമുളകിന് പകരം റെഡ് ചില്ലി ഇല്ലേ, അതിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം റെഡ് ചില്ലിയുടെ ഉപയോഗം കുറച്ചത് കാരണം, അതായത് കടുവറുക്കാനൊക്കെ എടുക്കും, പൊടിയായിട്ട് അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ലാത്തത് കാരണം, അതിൻ്റെ കളർ അങ്ങനെ തീരെ കളറായിരിക്കില്ല, എന്നാലും ടേസ്റ്റ് ഉഗ്രനാണ് കേട്ടോ. തീരെ അങ്ങ് വാടണ്ട, നമുക്ക് ഇത്രയും മതിയാവും. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പക്ഷേ പുളിപ്പിന് 3 തക്കാളി പോരാ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പിഞ്ച് പുളി കൂടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ. എനിക്കിപ്പോൾ ഇത് വലിയ തക്കാളിയാണ്, 3 തക്കാളിയല്ലേ, അത് കാരണം ഞാനിപ്പോൾ ഇവിടെ പുളി ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ 2 തക്കാളിയൊക്കെ ഉള്ളൂ, നമ്മളെ കയ്യിൽ തക്കാളി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുളി കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് എന്നാലും ടേസ്റ്റ് ഒന്നും മാറില്ല, നന്നായിരിക്കും. നമുക്കിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് കടുവറുത്തൊഴിച്ച് കൊടുക്കാം. കടുവറുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ എണ്ണ, കുറച്ച് ഉഴുന്നും പരിപ്പ്, കടുക്, കറിവേപ്പില, മുളക് ഞാൻ ഇവിടെ ഇടുന്നില്ല, ആൾറെഡി നല്ല എരിവാണ് എൻ്റെ ചമ്മന്തി. അപ്പോൾ ഇതിനങ്ങനെ എടുത്ത് ഒഴിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് മിക്സി ജാർ കഴുകിയ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഇത്ര തന്നെയാണ്, വളരെ സിമ്പിളാണ്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. സോ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ചമ്മന്തി ദോശയ്ക്കും ശരി ഇഡ്ഡലിക്കും ശരി. ഇഡ്ഡലി ഇഷ്ടമില്ലാത്തവർക്ക് ഈ ചമ്മന്തി വെച്ച്, ചില കുട്ടികൾക്കെല്ലാം ഇഡ്ഡലി ഇഷ്ടം കാണില്ല, ദോശയായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇവിടെ എൻ്റെ മോൾക്ക് അങ്ങനെയാണ്.
അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇഡ്ഡലിയുടെ കൂടെ ഈ ചമ്മന്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഉടനെ ഓഫ് ചെയ്യാം. ആൾറെഡി എല്ലാം നല്ല നമ്മൾ വഴറ്റിയെടുത്തതാണല്ലോ. വെള്ളം ചേർക്കുന്നതും ചൂടുവെള്ളമാണ്, ഞാനത് പറയാൻ വിട്ടുപോയി. മിക്സി ജാറെല്ലാം കഴുകി ഒഴിച്ചില്ലേ, അതെല്ലാം ചൂടുവെള്ളം തണുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ഫോർ നൗ.